Dear friends, welcome to Fund Harvester series. First upon, I welcome all the first year students of Batch 2020 to this academic year. വൈകിയാണെങ്കിലും തുടങ്ങിയ പുത്തൻ പുതുവർഷത്തിലേക്ക് എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്നായി പഠിച്ചുകൊണ്ടും കഴിവുകൾ വളർത്തിയെടുത്തുകൊണ്ടും ഈ വർഷം നമുക്ക് മുന്നേറാം. എല്ലാ വിജയങ്ങളും നേരുന്നു. Okay students, now we are going to the first lesson of this unit. This unit aims at equipping the learners to face the challenges of life with courage, confidence and determination. ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ നിങ്ങളിൽ ആത്മവിശ്വാസം, ധൈര്യം, സ്ഥിരോത്സാഹം എന്നിവ വളർത്തി ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജീവിത വിജയം കരസ്ഥമാക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. Okay dear students, now let's go to the first lesson, Abe's first speech. എബ്രഹാം ലിങ്കൺ കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഏബ് എന്നായിരുന്നു. നമുക്ക് പോകാം പാഠഭാഗത്തിലേക്ക്. Abe's first speech. Some are born great, some achieve greatness, some have greatness thrust upon them. This is taken from Twelfth Night by William Shakespeare. Is greatness an innate trait? Is it acquired by the successful or thrust upon them? Discuss. ചില ആളുകൾ മഹത്വത്തോടെ ജനിക്കുന്നു, ചിലർ അത് നേടിയെടുക്കുന്നു, മറ്റു ചിലരിൽ അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നു. ഇത് മഹാനായ വില്യം ഷേക്സ്പിയറിൻ്റെ വാക്കുകളാണ്. ഇത് ശരിയാണോ? മഹത്വം ജന്മന ഉള്ളതാണോ? അതോ അത് നേടിയെടുക്കുന്നതാണോ? അതോ അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണോ? നമുക്ക് നോക്കാം. I believe that success is not innate. It is acquired by people with hard work. We have many role models before us. Mahatma Gandhi, Abraham Lincoln, Mother Teresa, APJ Abdul Kalam are a few among them. They rose to great heights through their hard work and determination. Success was not thrust upon them. ഞാൻ വിശ്വസിക്കുന്നത് വിജയം എന്നുള്ളത് ജന്മനാ ഉള്ളതല്ല. അത് കഠിന പ്രയത്നം കൊണ്ടും സ്ഥിരോത്സാഹം കൊണ്ടും നേടുന്നതാണ്. നമ്മുടെ മുന്നിൽ അങ്ങനെയുള്ള മഹത് വ്യക്തികൾ ധാരാളമുണ്ട്. മഹാത്മാഗാന്ധി, ഏബ്രഹാം ലിങ്കൺ, മദർ തെരേസ, അബ്ദുൽ കലാം എന്നിവർ അവയിൽ ചിലർ മാത്രമാണ്. വിജയം അവരുടെ മേൽ ആരും കെട്ടിവെച്ചതല്ല. വാട്ട് ക്വാളിറ്റീസ് മേക്ക് പീപ്പിൾ ഗ്രേറ്റ്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ബോക്സസ് ബിലോ. എന്തൊക്കെ ഗുണങ്ങളാണ് ജീവിത വിജയത്തിന് വേണ്ടത്? ഹാർഡ് വർക്ക്, ഡിറ്റർമിനേഷൻ, കോൺഫിഡൻസ്, പെർസിവറൻസ്, കറേജ്, ഡെഡിക്കേഷൻ, എക്സെട്ര. ദീസ് ക്വാളിറ്റീസ് മേക്ക് പീപ്പിൾ ഗ്രേറ്റ്. കഠിനാധ്വാനം, ദൃഢനിശ്ചയം, ആത്മവിശ്വാസം, സ്ഥിരോത്സാഹം, ധൈര്യം, സമർപ്പണം ഇവയൊക്കെയാണ് ജീവിത വിജയത്തിന് വേണ്ടത്. We strive to reach heights, achieve greatness and be successful in life. But at times it seems difficult. Now look at the picture given below. What thoughts and feelings does it evoke in you? ഉയരങ്ങളിലെത്താൻ നാം പരിശ്രമിക്കുന്നു. മഹത്വം നേടാനും ജീവിത വിജയം സ്വന്തമാക്കുവാനും നാം കഷ്ടപ്പെടുന്നു. എന്നാൽ ചില സമയങ്ങളിൽ അത് അത്ര എളുപ്പമല്ല. ഈ ചിത്രം ശ്രദ്ധിക്കുക. എന്ത് ചിന്തകളാണ് ഈ ചിത്രം നിങ്ങൾക്ക് നൽകുന്നത്? This is the picture of a school anniversary. A student is led by his teacher to the stage. He is a little bit afraid. The teacher is encouraging him to say a few words or to sing a song. The boy has no courage. He also lacks confidence. The guests are eagerly watching him. സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് കുട്ടിയെ അധ്യാപിക പ്രസംഗത്തിനോ പാട്ടുപാടാനോ വേദിയിൽ എത്തിക്കുന്നു. എന്നാൽ പേടിയും ആത്മവിശ്വാസം ഇല്ലാത്തതിനാലും അവൻ അത് സാധിക്കുന്നില്ല. അതിഥികളെല്ലാവരും അവനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. Can you give a suitable title to the picture? നല്ലൊരു തലക്കെട്ട് ഈ ചിത്രത്തിന് കൊടുക്കുക. സ്റ്റേജ് ഫ്രൈറ്റ് എന്ന തലക്കെട്ട് ഈ ചിത്രത്തിന് നമുക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് ദ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. സഭാകമ്പം എന്നാണ് സ്റ്റേജ് ഫ്രൈറ്റിന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നീന്തൽ പഠിക്കാൻ വേണ്ടി ഒരു സ്വിമ്മിംഗ് പൂളിൽ പോയി. അധികം ആഴമൊന്നും ഇല്ലാത്ത സ്വിമ്മിംഗ് പൂൾ ആണെങ്കിൽ പോലും എനിക്ക് പേടിയായിരുന്നു. എല്ലാവരോടും എടുത്ത് ചാടാൻ കോച്ച് ആവശ്യപ്പെട്ടു. ഞാൻ മാത്രം ചാടിയില്ല, എനിക്ക് പേടിയായിരുന്നു. അവസാനം കോച്ച് എന്നെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. കുറച്ചൊക്കെ വെള്ളം കുടിച്ചെങ്കിലും കോച്ച് എന്നെ കൈക്ക് പിടിച്ച് കരയിലേക്ക് അടുപ്പിച്ചു. പക്ഷേ എനിക്ക് തന്നെ അത്ഭുതമായി. അന്ന് മുതൽ എൻ്റെ പേടിയെല്ലാം മാറി. വെള്ളത്തിലേക്ക് എടുത്ത് ചാടാനും നീന്താനും ഒക്കെ ഞാൻ നന്നായി പഠിച്ചു. എനിക്ക് ധൈര്യം കിട്ടി. എന്ത് ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തും നേടിയെടുക്കാം എന്ന് എനിക്ക് അന്ന് തോന്നി. ഹാവ് യു ഹാഡ് എനി സിമിലർ എക്സ്പീരിയൻസ്? If so, share it with your friends. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ വിവരിക്കുക. Yes, I had a similar experience in my life. When I was in the 7th standard, I learned the art of swimming.
At first, I was very much afraid to jump into water. We were learning swimming in a pool. I feared that I would drown. The water was not very deep, yet I was afraid of taking my dive. One day the coach pushed me into the water. I sank into the pool and drank some water, but my coach jumped along with me and took me from the water. That day onwards, I lost my fear to jump into water. My coach taught me how to swim. Okay, dear students, now we are going straight to the lesson. Abe's first speech. എബ്രഹാം ലിങ്കൺ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതാ ഈ 2 മിനിറ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. Abraham Lincoln is one of the greatest of American statesmen. He is known for his celebrated speeches. Lincoln led the nation through the American Civil War, the country's greatest political crisis. He is famous for signing the Emancipation Proclamation, which gave freedom to the black people in America. He also succeeded in strengthening and modernizing the US economy. Born in a poor family and became the President of the United States, Abraham Lincoln is one of the greatest examples that hard work and determination can lead to success. He is widely regarded as one of the greatest presidents in US history. അമേരിക്കൻ ഐക്യനാടുകളുടെ 16ാമത്തെ പ്രസിഡന്റായിരുന്നു ഏബ്രഹാം ലിങ്കൺ. അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് രാജ്യത്തെ വിജയകരമായി മുന്നോട്ട് നയിച്ച ധീരനായ നേതാവായിരുന്നു അദ്ദേഹം. അമേരിക്കൻ പ്രസിഡന്റായിരിക്കെ അദ്ദേഹം സ്വീകരിച്ച പ്രധാന നിയമ നടപടിയാണ് അമേരിക്കയിൽ അടിമത്തം എന്നേക്കുമായി അവസാനിപ്പിച്ചത്. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ഉറപ്പിക്കുകയും പുതുക്കിപ്പണിയുകയും ചെയ്ത ആളാണ് ഏബ്രഹാം ലിങ്കൺ. കർഷകന്റെ മകനായി ജനിച്ച് നിരന്തര പരിശ്രമത്താൽ അമേരിക്കൻ ഐക്യനാടുകളുടെ 16ാമത്തെ പ്രസിഡന്റായി മാറിയ ഏബ്രഹാം ലിങ്കന്റെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ ആവേശഭരിതമാണ്. Now we are going to study the first speech of Abraham Lincoln when he was a boy. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എബ്രഹാം ലിങ്കൺ നടത്തിയ തന്റെ ആദ്യത്തെ പ്രസംഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Abe's first speech. Abe made his first speech when he was a boy, going barefoot, his trousers held up by one suspender, and his shock of hair sticking through a hole in the crown of his cheap straw hat. Abe, that is little Abraham Lincoln, made his first speech when he was a boy. Abe's appearance was very shabby. He did not have new clothes. He was barefoot. His dress was torn and old. His trousers held up by one suspender, and his hair was sticking through a hole in his cheap hat. കുട്ടിയായിരുന്നപ്പോഴാണ് ഏബ്രഹാം ലിങ്കൺ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രസംഗം നടത്തിയത്. പുറമേ കാണാൻ അത്ര നല്ലതല്ലായിരുന്നു. പുതിയ ഉടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാലിൽ ചെരുപ്പുകളൊന്നും ഇല്ലായിരുന്നു. പഴയ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. തോളിലൂടെ ഇട്ടിരിക്കുന്ന ഒരു ബെൽറ്റുമായി തൻ്റെ അയഞ്ഞ നിക്കർ ബന്ധിപ്പിച്ചിരുന്നു. അവൻ്റെ തലമുടി വില കുറഞ്ഞ കീറിയ തൊപ്പിക്കിടയിലൂടെ പൊങ്ങി നിൽപ്പുണ്ടായിരുന്നു. പുതിയ വാക്കുകൾ നമുക്ക് പഠിക്കാം. ബെയർഫുട്ട്, വിത്തൗട്ട് വെയറിങ് എനിത്തിങ് ഓൺ ദ ഫീറ്റ്, ചെരുപ്പിടാതെ. സസ്പെൻഡർ, ഫാസ്റ്റനിങ്സ് വിച്ച് ഹോൾഡ് അപ്പ് എ ട്രൗസർ, നിക്കറിൻ്റെ വള്ളി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് സസ്പെൻഡർ. Abe, in company with his rail-splitting companion Dennis Hanks, attended a political meeting which was addressed by a typical stump speaker, one of those loud-voiced fellows who shouted at the top of his voice and waved his arms widely. As a boy, Lincoln worked as a rail splitter, a person who splits logs to make rail fences. Lincoln, along with his friend Dennis Hanks, attended a political meeting at that time. It was a speech addressed to the general public. A candidate contesting the elections spoke. The speaker shouted at the top of his voice and waved his arms widely. എബ്രഹാം ലിങ്കൺ തൻ്റെ കുട്ടിക്കാലത്ത് മരത്തടികൾ കീറി വേലികൾ നിർമ്മിക്കുന്ന ഒരാളായിരുന്നു. തൻ്റെ ചങ്ങാതിയായ ഡെന്നിസ് ഹാങ്സിനൊപ്പം ഒരു രാഷ്ട്രീയ പ്രസംഗം കൊച്ചു എബ്രഹാം ലിങ്കൺ കേൾക്കാനിടയായി. ജനങ്ങളോടുള്ള ഒരു പ്രസംഗമായിരുന്നു അത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാളാണ് പ്രസംഗിക്കുന്നത്. അയാൾ വലിയ ശബ്ദത്തിൽ കൈകൾ വീശിയാണ് പ്രസംഗിക്കുന്നത്. പുതിയ വാക്കുകൾ നമുക്ക് പഠിക്കാം. റെയിൽ സ്പ്ലിറ്റർ, വൺ ഹു സ്പ്ലിറ്റ്സ് ലോഗ്സ് ഫോർ മേക്കിംഗ് ഫെൻസസ്, തടികൾ പിളർത്തി വേലി ഉണ്ടാക്കുക. സ്റ്റംപ് സ്പീക്കർ, who is a stump speaker? One who makes his speech by standing on a tree stump, മരക്കുറ്റിയിൽ കയറി നിന്നുകൊണ്ട് പ്രസംഗം നടത്തുന്ന വ്യക്തി. At the conclusion of the speech, which did not meet the views either of Abe or Dennis, the latter declared that Abe could make a better speech than that, whereupon he got a dry goods box and called on Abe to reply to the campaign orator. Both boys were unhappy with the views of the speaker. Dennis told Abe that he could make a better speech than the campaign orator. He got a dry goods box and invited little Abraham for the reply speech. എയ്ബിനും ഡെന്നീസിനും അയാളുടെ ആശയങ്ങളോട് യോജിപ്പുണ്ടായിരുന്നില്ല. ഡെന്നീസിൻ്റെ അഭിപ്രായത്തിൽ എയ്ബിന് അതിലും മനോഹരമായി പ്രസംഗിക്കാൻ കഴിവുണ്ടായിരുന്നു. ഡെന്നീസ് സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു തടിപ്പെട്ടി എവിടെ നിന്നോ പെട്ടെന്ന് കൊണ്ടുവന്നു.
അതിൽ കയറി നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ അവൻ എയ്ബിനോട് ആവശ്യപ്പെട്ടു. ലെറ്റ്സ് ലേൺ ന്യൂ വേർഡ്സ്. ക്യാമ്പയിൻ. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ മീറ്റിംഗ് ഫോർ ഗെറ്റിംഗ് സപ്പോർട്ട് ഫ്രം ദ പീപ്പിൾ. രാഷ്ട്രീയമോ സാമുദായികമോ ആയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രചാരണം. ഒറേറ്റർ. എ പബ്ലിക് സ്പീക്കർ. പ്രാസംഗികൻ. Little Abe threw his old straw hat on the ground and mounting the dry goods box delivered a speech which held the attention of the crowd and won him considerable applause. Even the campaign orator admitted that it was a fine speech and answered every point in his own oration. Abe threw away his straw hat, got onto the box and delivered a speech. He disproved all the arguments made by the candidate. That speech attracted the attention of the crowd and won him great applause. Even the candidate admitted that Lincoln's speech was better. അങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരുന്ന തടിപ്പെട്ടിയിൽ കയറി നിന്നുകൊണ്ട് കുഞ്ഞ് എബ്രഹാം ലിങ്കൺ തൻ്റെ ജീവിതത്തിലെ ആദ്യ പ്രസംഗം നടത്തി. ആദ്യം പ്രസംഗിച്ച ആളുടെ എല്ലാ ആശയങ്ങളെയും എതിർത്തുകൊണ്ടായിരുന്നു പ്രസംഗിച്ചത്. അവിടെ കൂടി നിന്ന ആൾക്കാർക്കെല്ലാം ആ പ്രസംഗം ഇഷ്ടപ്പെട്ടു. ആദ്യം പ്രസംഗിച്ച ആൾ പോലും തന്നേക്കാൾ നന്നായി പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് അവനെ അഭിനന്ദിച്ചു. Dennis Hanks, who thought Abe was the greatest man who ever lived, was delighted and he often spoke of how young Abe got the better of the trained campaign speaker. Here Abe's friend Dennis encouraged him and it helped him to get confidence. He was very happy. He thought that Abe was really great and was a better speaker than the trained speaker. ഡെന്നീസിന് ഒരുപാട് സന്തോഷമായി. അവനാണ് ആദ്യമായി എബ്രഹാം ലിങ്കണിനെ പ്രസംഗിപ്പിച്ചത്. തെരുവിൽ പ്രസംഗിച്ച പ്രാസംഗികനേക്കാൾ കഴിവ് എബ്രഹാം ലിങ്കണ് ഉണ്ടെന്ന് ഡെന്നീസിന് അറിയാമായിരുന്നു. Dear students, this real life incident is taken from Abe Lincoln's Anecdotes and Stories by R.D. Wordsworth. What made little Abe stand on the dry goods box and deliver the speech? വീഞ്ഞപ്പെട്ടിയുടെ മുകളിൽ കയറി ബാലനായ എബ്രഹാം ലിങ്കൺ പ്രസംഗിക്കാനുള്ള കാരണമെന്ത്? The speaker stood on a tree stump and made his speech. Abe and Dennis did not like the views of the public speaker. After the speech, Dennis declared that Abe could make a better speech. He arranged a goods box and asked Dennis to make his reply speech. രാഷ്ട്രീയ പ്രാസംഗികൻ ഒരു മരക്കുറ്റിയിൽ കയറിയാണ് പ്രസംഗിച്ചത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ആശയങ്ങളോടും അവർക്ക് വിയോജിപ്പുണ്ടായിരുന്നു. കൂട്ടുകാരനായ ഡെന്നീസ് തയ്യാറാക്കി കൊടുത്ത വീഞ്ഞപ്പെട്ടിയുടെ മുകളിൽ കയറി അവൻ പ്രസംഗിച്ചു. തൻ്റെ കൂട്ടുകാരനായ ഡെന്നീസ് നിർബന്ധിച്ചതുകൊണ്ടാണ് അവൻ മറുപടി പ്രസംഗം പറഞ്ഞത്. Do you think good dress, appearance, position in society, etc. are needed to present yourself before the public for a speech? നല്ല വസ്ത്രങ്ങളും രൂപഭംഗിയും ഉയർന്ന സ്ഥാനവും ജനങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണോ? Good dress, appearance, position in society, etc. are not needed for a public speech. A public speaker catches the attention of his audience by the power of his ideas and quality of his speech. Anyone can make a speech if he has lots of ideas. നല്ല വസ്ത്രങ്ങളും രൂപഭംഗിയും ഉയർന്ന സ്ഥാനവും ജനങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല. ആശയങ്ങളും പ്രസംഗകലയ്ക്ക് വേണ്ട ഗുണങ്ങളുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡെന്നീസ് ഇൻ ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യങ് ഏബ്? എയ്ബിൻ്റെ പ്രസംഗിക്കാനുള്ള കഴിവ് പുറത്തു കൊണ്ടുവന്നതിൽ ഡെന്നീസ് വഹിച്ച പങ്ക് എന്തായിരുന്നു? Abe's friend Dennis encouraged him and it helped him to get confidence. He was more confident about Abe's abilities than Abe himself. Dennis made his friend believe that he can deliver a better speech than the one made by the campaigner. ഡെന്നീസിൻ്റെ പ്രചോദനം എയ്ബിൻ്റെ ആത്മവിശ്വാസം വളർത്തി. എയ്ബിനേക്കാൾ അവൻ്റെ കഴിവിൽ ഡെന്നീസിനായിരുന്നു വിശ്വാസം. പ്രാസംഗികൻ പ്രസംഗിച്ച പ്രസംഗത്തേക്കാൾ ഭംഗിയായി പ്രസംഗിക്കുവാൻ തനിക്ക് കഴിയുമെന്ന് ഡെന്നീസ് എയ്ബിനെ ബോധ്യപ്പെടുത്തി. Do you think that everybody has some potential in them? Some people take the initiative while others do not dare to showcase their talents. What do you think are the reasons for this? Write down your views. ഓരോരുത്തരിലും എന്തെങ്കിലും കഴിവുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ചിലർ അത് ഉപയോഗിക്കുന്നു, മറ്റു ചിലർക്ക് അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ? നിങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കുക. Abraham Lincoln was able to achieve greatness because he utilized the opportunities that he got. Sometimes people lack the confidence to use opportunities that they get. Some others do not get opportunities to prove their abilities. All people have some sort of talents in them. Most people do not even realize what their potential is. Sometimes people lack encouragement and often they are discouraged by other people. With proper training, motivation and encouragement, the best in each and every person can be brought out. എബ്രഹാം ലിങ്കൺ ജീവിതത്തിൽ വിജയിച്ചതിന് കാരണം അദ്ദേഹം തനിക്ക് വന്ന അവസരങ്ങൾ വിനിയോഗിച്ചു. അവസരങ്ങൾ വന്നാലും ആത്മവിശ്വാസക്കുറവ് മൂലം പലരും അത് വിനിയോഗിക്കുന്നില്ല. ചിലർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരങ്ങൾ ലഭിക്കാറില്ല. എല്ലാവരിലും ഒരുപാട് കഴിവുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. പലരും അത് അറിയുന്നില്ല. നമുക്ക് ധൈര്യം നൽകുന്നതിന് പകരം ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തിയെന്നും വരാം. നല്ല പരിശീലനവും ധൈര്യവും പ്രചോദനങ്ങളും കിട്ടിയാൽ എല്ലാവരുടെയും ഉള്ളിലെ കഴിവുകൾ പുറത്തു വരും.
അപ്പോൾ കുട്ടികളെ, നമ്മൾ എയ്ഡ്സ് ഫസ്റ്റ് സ്പീച്ച് മുഴുവൻ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതാവുന്നതാണ്. സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, മറുപടി നൽകുന്നതായിരിക്കും. അടുത്ത പാഠഭാഗങ്ങളുടെ അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു സോ മച്ച്.